നമസ്കാരം. സമഗ്ര ന്യൂസിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ 13 വിദ്യാലയങ്ങളിൽ നിന്ന് ഫുൾ A+ നേടിയ SSLC ഉന്നത വിജയികളെ അനുമോദിച്ചു. പാനൂർ PRM ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ KP മോഹൻ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ള ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതി വളരെ വിജയകരമായി മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ PK പ്രവീൺ MLA വന്നതിന് ശേഷവും ഏറ്റവും മികച്ച നിലയിൽ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇവിടെ ഒരു MLA നേതൃത്വത്തിൽ ഇത്തരമൊരു വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ നടപ്പാക്കുമെന്നുള്ളത് മാതൃകാപരമാണ്. ഇപ്പോൾ നമുക്കറിയാം SSLC +2 പരീക്ഷ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളെല്ലാം ഒട്ടേറെ അനുമോദന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കണ്ണൂരിലും തുടർന്ന് 7 കേന്ദ്രങ്ങളിലുമായിട്ടാണ് ജില്ലയിലെ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയിട്ടുള്ള 3078 കുട്ടികളെയും ഹയർ സെക്കൻഡറിയിൽ ഫുൾ A+ നേടിയിട്ടുള്ള 2872 കുട്ടികളെയും VHSCയിലെ 16 കുട്ടികളെയും അനുമോദിക്കുന്നതിന് വേണ്ടി ഇത്തവണ തീരുമാനിച്ചു. PK പ്രവീൺ MLA അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിലാണ് ഓരോരുത്തരുടെയും അവരവരുടെ പുതിയ പുതിയ പദ്ധതികൾ ചർച്ച ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഏറ്റവും അനുയോജ്യമായ ഏതാണോ പദ്ധതി അത് നടപ്പിലാക്കാനാണ് ജ്യോതിസ് പദ്ധതി ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. ഇനിയും അങ്ങോട്ട് പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും അതിനനുസരിച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. വിദ്യാഭ്യാസ മേഖലയിൽ ഏതെല്ലാം മാറ്റങ്ങൾ വേണം, ഇപ്പോഴത്തെ മാറ്റങ്ങൾ അനുസരിച്ച് അതുകൂടി ഉൾപ്പെടുത്താൻ മുന്നോട്ട് പോകാൻ നിങ്ങളോട് പിന്തുണ വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജ്യോതിസ് പദ്ധതിയുടെ ഭാഗമായി കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്ന് SSLC ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളുടെ ജേതാക്കളെ അനുമോദിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കീം പരീക്ഷയിൽ 2ാം സ്ഥാനം നേടിയ ധ്യാൻ തേജിനെ ചടങ്ങിന്റെ ഭാഗമായി ആദരിച്ചു. SSLC വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇനി നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്താണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ വലിയ തീരുമാനങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് +2 മേഖലയിൽ എന്തെടുക്കണം എന്നത് നിങ്ങളുടെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താ പറയുക കഴിവുകൾക്കനുസരിച്ചുള്ളതായിരിക്കണം. അല്ലാണ്ട് വേറെ അടിച്ചേൽപ്പിക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടി സയൻസ് എടുക്കുന്നു എന്ന് പറഞ്ഞ് അതിന് തന്നെ ഈ ഒരു സയൻസ് എടുക്കാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ കോമേഴ്സ് ആണെങ്കിലും എന്തായാലും താല്പര്യമുള്ള വിഷയങ്ങളിൽ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം അഭിരുചിക്കനുസരിച്ചുള്ള ഒരു കോഴ്സിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കണം. പാനൂർ നഗരസഭ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരൂൾ, കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ആരതി, പാനൂർ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക നളിനി മാവില, റാൻസ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ KN നിസാമുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട SSLC ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നിങ്ങളുടെ ഈ വിജയത്തിന് ഒരു പ്രോത്സാഹനം, അത് നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് ഉയർന്ന തലങ്ങളിലേക്ക് എത്തണം എന്നൊരു ഉദ്ദേശത്താലാണ് ഇത്തരത്തിലുള്ള അനുമോദന ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വിവര സാങ്കേതിക വിദ്യകൾ ഓരോ ദിവസം കഴിയുന്തോറും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ നമ്മുടെ
വിദ്യാഭ്യാസ മേഖലയിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായ ഇടപെടലിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതി കൂടിയാണ് ജ്യോതിസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേവലമായിട്ട് അക്കാദമിക് വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ലോകത്തെ വിദ്യാഭ്യാസ വിചക്ഷണരൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ന് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസം നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന വിവിധ മേഖലകളിലൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഗുണമേന്മയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു 4 ചുമരിന് ഉള്ളിൽ തന്നെ നമ്മുടേതായിട്ടുള്ള ലോകം സൃഷ്ടിക്കുന്ന ഒരു കാലത്ത് എയുടെ ഒരു സമാന്തര ലോകത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമായിട്ടും നമുക്ക് ആ ഒരു ബന്ധം നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് നാടിനകത്ത് കുറേയേറെ സ്വീകരണങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ക്ലബ്ബുകളുടെ, അതുപോലെ തന്നെ അതത് പഞ്ചായത്തിൻ്റെ, സ്കൂളുകളുടെ ഒക്കെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഒന്ന്, നമ്മുടെ ഡാൻസ് അക്കാദമി വരുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുകയാണ്. പ്രൊഫഷണൽ സ്റ്റഡീസിലേക്ക് വരുന്ന കുട്ടികൾ അവർക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രൊഫഷണൽ സ്റ്റഡീസിലേക്ക് വരുന്ന സമയത്ത് അവർ നല്ലൊരു ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ +1 +2 അല്ലെങ്കിൽ SSLC പഠിത്തത്തിനിടയിൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യം ക്യാപ്സ്യൂൾ സ്റ്റഡി മെത്തേഡാണ്. അതായത് എക്സാമിന് തൊട്ട് മുന്നേ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിലൂടെ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, സ്കോർ ചെയ്യുക, ഫുൾ A+ ലഭിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ്. PK ദിലീപ് കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറ്റൂ. Okay, so you break your comfort zone, improve your skills. Okay, നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുള്ളൂ, കമ്പനി നിങ്ങളെ ഹയർ ചെയ്യുള്ളൂ. So you are in the apt place. ദിനേശൻ മഠത്തിൽ സ്വാഗതവും KP സായന്ത് നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ് പനൂർ.